കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്കിടെ അജ്ഞാത വസ്തു കുടുങ്ങി എന്ന പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും പരാതിയുമായി ബൈപ്പാസ് കഴിഞ്ഞ രോഗി രംഗത്ത്. മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷനയ്ക്ക് പിന്നാലെയാണ് ഇത്. ശസ്ത്രക്രിയയ്ക്കിടെ അജ്ഞാത വസ്തു ശരീരത്തിൽ കുടുങ്ങിയതായി ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം തിങ്കളാഴ്ച രോഗിയെ വിളിച്ചുവരുത്തി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ തെളിവെടുത്തു. അത്തോളി ചീക്കിലോട് കോറോത്ത് അശോകൻ എന്ന 60 വയസ്സുകാരനാണ് ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്കിടെ അജ്ഞാത വസ്തു ശരീരത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് 5 വർഷമായി താൻ ദുരിതം അനുഭവിക്കുന്നതായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് 2018 ഓഗസ്റ്റിലാണ് മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ അശോകന് നടത്തിയത്. എന്നാൽ അശോകൻ ആശുപത്രി വിട്ടിട്ടും മുറിവുണങ്ങിയില്ല. മുറിവുണങ്ങാതെ അതിൽ നിന്ന് രക്തവും നീരും ഒലിക്കുകയായിരുന്നു. 4 തവണയായി വീണ്ടും മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടർമാരെ കണ്ടു എങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് പല ഡോക്ടർമാരെ മാറി മാറി കണ്ട് ചികിത്സ നടത്തിയെങ്കിലും മുറിവ് ഉണങ്ങിയില്ല. ഒടുവിൽ ഉള്ളിയേരിയിലെ മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടറെ കണ്ടപ്പോഴാണ് സ്കാൻ ചെയ്യാൻ നിർദ്ദേശിച്ചത്. സ്കാനിംഗിൽ ഹൃദയത്തിന് താഴെയായി ബാഹ്യ വസ്തു കിടക്കുന്നത് കണ്ടെത്തി. തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശസ്ത്രക്രിയ നടത്തി അത് പുറത്തെടുത്തു. ഇതോടെ രക്തവും നീരും മറ്റും വരുന്നത് നിന്നതായും മുറിവുണങ്ങിയതായും അശോകൻ പറയുന്നു. നീണ്ട 5 വർഷം ചെറിയ ദുരിതമല്ല അശോകൻ അനുഭവിച്ചത്. കടുത്ത വേദനയ്ക്കൊപ്പം എപ്പോഴും പുറത്തേക്ക് രക്തവും നീരും വന്നുകൊണ്ടിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും കിടക്കവിരിയും മറ്റും രക്തം കാരണം നനഞ്ഞിട്ടുണ്ടാവും. ഒരിടത്തും പോവാൻ കഴിയാതെയായി. 5 വർഷമായി ജോലിക്കും പോകുന്നില്ല എന്ന് അശോകൻ പറയുന്നു. 2 ശസ്ത്രക്രിയയ്ക്കുമായി 3.5 ലക്ഷത്തോളം രൂപ ചിലവായി. കടവുമുണ്ട്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണം. ഒപ്പം നഷ്ടപരിഹാരവും. പരാതി അന്വേഷിക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് തിങ്കളാഴ്ച കാർഡിയോവാസ്കുലർ ആൻഡ് തെറാസിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടന്നത്. ഇതുവരെയുള്ള എല്ലാ ചികിത്സാ രേഖകളും സമിതി പരിശോധിച്ചു. ബാഹ്യവസ്തു കണ്ടെത്തിയതായുള്ള എക്കോ സ്കാനിംഗ് റിപ്പോർട്ട് ഉൾപ്പെടെ ഹാജരാക്കിയതായി അശോകൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമർപ്പിക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചത്. അതേസമയം ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ ആരോഗ്യവകുപ്പിനെതിരെ വീണ്ടും ആരോപണവുമായി ഹർഷീനയും രംഗത്തുണ്ട്. സർക്കാരും ആരോഗ്യമന്ത്രിയും കൂടെയുണ്ട് എന്ന് പറയുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. തുടർ ചികിത്സ സൗജന്യമാക്കണമെന്നാണ് ഹർഷീനയുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം കടുത്ത വയറുവേദനയെ തുടർന്ന് ഹർഷീന ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ശാരീരികാവസ്ഥ ഇപ്പോഴും വളരെ മോശമാണെന്ന് ഹർഷീന പറയുന്നു. ഓരോ തവണയും തുടർ ചികിത്സയ്ക്കായി വലിയ സാമ്പത്തിക ചിലവുണ്ടാകുന്നു. കുടുംബത്തിന്റെ വരുമാനം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. തുടർ ചികിത്സ സൗജന്യമാക്കണമെന്നാണ് ഹർഷനയുടെ ആവശ്യം. മനുഷ്യന് എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും പണമായാലും സുഖ സൗകര്യങ്ങളൊക്കെ ആയാലും ആരോഗ്യം എന്ന് പറയുന്നതാണ് പരമപ്രധാനമായ സംഗതി. നമുക്കൊരു അസുഖം വരുമ്പോൾ നാം വിശ്വസിച്ച് പോകുന്നത് ആശുപത്രികളിലാണ്. ആശുപത്രികളിലെ ഡോക്ടർമാരോട് നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് എത്ര പ്രശ്നങ്ങളുള്ളപ്പോഴും നമ്മൾ ധൈര്യമായി അവരുടെ മുന്നിൽ പോയി ചികിത്സിക്കുന്നതും അതോടൊപ്പം എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നാൽ പോലും ധൈര്യമായി അവരുടെ മുന്നിൽ നമ്മൾ ഓപ്പറേഷന് വേണ്ടി തയ്യാറാകുന്നതും. പക്ഷേ ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ നമ്മുടെ ആശുപത്രികളിലേക്കും ഡോക്ടർമാരുടെ മുന്നിലേക്കും പോകുക എന്ന ചോദ്യം ഉയരുകയാണ്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആരോഗ്യരംഗത്തെ ആൾക്കാർ, ആരോഗ്യരംഗത്തെ പ്രവർത്തകർ, ഡോക്ടർമാർ, ആശുപത്രികളൊക്കെ ഒന്നുകൂടി ജനങ്ങളുടെ ചികിത്സയുമായി, ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധാലുക്കളാകേണ്ടതാണ് എന്ന് തന്നെയാണ് ഈ ഒരു സംഭവം കൂടി സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.